ലിയോണിംഗ് 2012, ഷാൻഡോങ് 2019 എന്നിവയ്ക്ക് ശേഷം ചൈനയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. ഷാൻഡോങ് ആഭ്യന്തരമായി നിർമ്മിച്ചതാണ് എങ്കിലും പൂർണ്ണമായും ചൈനയെ രൂപകൽപ്പന ചെയ്ത ചൈനയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. ഇതുകൂടാതെ 80,000 ടണ്ണിലധികം സ്ഥാനചലനമുള്ള പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് ഫുജിയാൻ. ഇതും കൂടാതെ ചൈനയിലെ അഡ്വാൻസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം അഥവാ EMALS ഇതുള്ള ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ കൂടിയാണ് ഫുജിയാൻ. 3 അഡ്വാൻസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റപ്പൾട്ടുകൾക്ക് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ സംവിധാനമുള്ളത് അമേരിക്കയുടെ ജെറാൾഡ് ഫോർഡ് ക്ലാസ് കപ്പലുകൾക്ക് മാത്രമാണ്. ഇപ്പോൾ ഇതിനുശേഷം ഈ ഉപകരണങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലാണ് ചൈനയുടെ ഈ ഫുജിയാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ചൈനയുടെ ഈ കപ്പലിനെ ഇത്രത്തോളം പുകഴ്ത്തി പറയുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ചൈനയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. അതായത് ചൈനയുടെ ആദ്യത്തെ കാരിയർ ശേഷിയുള്ള സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് J-35 ഉൾപ്പെടെ 3 വ്യത്യസ്ത തരം വിമാനങ്ങൾ വിക്ഷേപിക്കാൻ ഫ്ലാറ്റ് ടോപ്പ് അതിന്റെ നൂതന ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റപ്പൾട്ടുകൾ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ J-35 പുറമെ ചൈനയുടെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച കാരിയർ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനമായ J-15T, അതുപോലെ തന്നെ കാരിയർ അധിഷ്ഠിത KJ-600, മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്ന നിയന്ത്രണ വിമാനം എന്നിവ വിമാനവാഹിനി കപ്പലിൽ കാറ്റപ്പൾട്ട് വിക്ഷേപണ അറസ്റ്റ് ലാൻഡിംഗ് പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയതായി ഇപ്പോൾ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ CCTV റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം ഘടിപ്പിച്ച 3 ചൈനീസ് വിമാനവാഹിനി കപ്പലുകളിൽ ആദ്യത്തേതാകാൻ പോവുകയാണ് ചൈനയുടെ ഫുജിയാൻ. ഇതുകൂടാതെ ലോക്ഹീഡ് മാർട്ടിൻ F-35 പരമ്പരയ്ക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ കാരിയർ അധിഷ്ഠിത സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് J-35. J-20 മൈറ്റി ഡ്രാഗണിന് ശേഷമുള്ള ചൈനയുടെ രണ്ടാമത്തെ 5ാം തലമുറ യുദ്ധവിമാനം. ഈ സ്റ്റെൽത്ത് യുദ്ധവിമാനം ഇപ്പോൾ ഈ കപ്പലിൽ നിന്ന് പറന്നുയർന്നിരിക്കുകയാണ്. ഇതാദ്യമായാണ് ഈ പരീക്ഷണങ്ങൾ ഈ കപ്പലിൽ നടത്തിയിരിക്കുന്നത്. ഇത് ചൈനയുടെ മറ്റൊരു പ്രധാന നേട്ടം തന്നെയാണ്. CCTV റിപ്പോർട്ടിൽ പരീക്ഷണങ്ങൾ എപ്പോൾ നടന്നു എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ സെപ്റ്റംബർ 3 ചൈന ഒരു വലിയ പരേഡ് തന്നെ നടത്തിയിരുന്നു. ലോകരാജ്യങ്ങളെ എല്ലാം അത്ഭുതപ്പെടുത്തിയ ചൈനയുടെ ഒരു വിജയദിന പരേഡ്. ഈ പരേഡിൽ വിന്യസിക്കുന്നതിന് മുമ്പ് തന്നെ J-35 ഈ ദൗത്യം പൂർത്തിയാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 വ്യത്യസ്ത തരം വിമാനങ്ങൾ വിക്ഷേപിക്കുന്നതിന് വൈദ്യുത കാന്തിക കാറ്റപ്പൾട്ടുകൾക്ക് വിജയകരമായി ഉപയോഗിക്കുന്നത് ചൈനയിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ ഔദ്യോഗിക പ്രവേശനത്തിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫുജിയാൻ വൈദ്യുത കാന്തിക കാറ്റപ്പൾട്ട് വീണ്ടെടുക്കൽ കഴിവുകൾ നേടിയിരിക്കുന്നു. ഇത് ചൈനയുടെ വിമാനവാഹിനി കപ്പൽ വികസനത്തിലെ മറ്റൊരു വഴിത്തിരിവും നാവികസേനയുടെ പരിവർത്തനത്തിലെ ഒരു നാഴികക്കല്ലുമാണ്. ഈ വിമാനവാഹിനി കപ്പൽ ഇതിനകം തന്നെ 100 ദിവസത്തിലധികം കടൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 2022 ജൂൺ 17 ഷാങ്ഹായിലെ ജിയാങ്നാൻ കപ്പൽശാലയിൽ വെച്ചാണ് ഈ വിമാനവാഹിനി കപ്പൽ നീറ്റിലിറക്കിയത്. കഴിഞ്ഞ വർഷം ഇതിന്റെ കടൽ പരീക്ഷണം ആരംഭിച്ചു. ഇതുവരെ കുറഞ്ഞത് 9 കടൽ പരീക്ഷണങ്ങളെങ്കിലും ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ മാസം ആദ്യം ദക്ഷിണ ചൈന കടലിലേക്കുള്ള യാത്രാമധ്യേ തായ്വാൻ കടലിടുക്ക് വഴി കപ്പലിൽ പ്രവേശിച്ചതിനു മുമ്പുള്ള അവസാന പരീക്ഷണമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പരിശീലനത്തിനായി കാരിയറിനൊപ്പം 2 ഡിസ്ട്രോയറുകളും ഉണ്ടായിരുന്നു. ഈ ഫുജിയാൻ നടത്തിയ കടൽ പരീക്ഷണങ്ങളിൽ ഭൂരിഭാഗവും വൈദ്യുത കാന്തിക വിമാന വിക്ഷേപണ സംവിധാനം അഥവാ EMALS ഈ കാറ്റപ്പൾട്ടുകളുടെ സങ്കീർണത പരീക്ഷിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കൂടുതൽ ഇന്ധന ആയുധ ലോഡുകളുള്ള ഭാരമേറിയതും വലുതുമായ ഫിക്സഡ് വിംഗ് വിമാനങ്ങളെ വിക്ഷേപിക്കാൻ ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റപ്പൾട്ട് ഇതിനെ പ്രാപ്തമാക്കുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റപ്പൾട്ട് വേഗത്തിലുള്ള ടേക്ക് ഓഫുകൾ സാധ്യമാക്കുകയും ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ടേക്ക് ഓഫുകൾക്കിടയിൽ വിമാന ഫ്രെയിമുകളിലേക്കുള്ള സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ ഫുജിയാൻ എന്ന് പറയുന്നത് മുൻ ചൈനീസ് വിമാനവാഹിനി കപ്പലുകളെക്കാൾ വളരെയധികം വലുതാണ്. അതായത് മറ്റ് 2 വിമാനവാഹിനി കപ്പലായ ലിയോണിങ്ങിന്റെ ഭാരം എന്ന് പറയുന്നത് 60,000 ടണ്ണും ഷാൻഡോങ്ങിന്റെ എന്ന് പറയുന്നത് 66,000 ടണ്ണുമാണ്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫുജിയാൻ ഏകദേശം 80,000 ടൺ ഭാരമാണ് വഹിക്കുന്നത്. അതേപോലെ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ കണക്കനുസരിച്ച് ഫുജിയാൻ ഏകദേശം 60 വിമാനങ്ങൾ വരെ വഹിക്കാൻ കഴിയും. ലിയോണിംഗ് അല്ലെങ്കിൽ ഷാൻഡോങ്ങിനേക്കാൾ വളരെയധികം കൂടുതലാണിത്. ഇപ്പോൾ ചൈനയുടെ ഈ ഫുജിയാൻ കപ്പലിന്റെ പുരോഗതി സൂചിപ്പിക്കുന്നത് PLA നാവികസേന സ്ഥാപിതമായതിന്റെ 100ാം വാർഷികമാണ് 2027 ആകുമ്പോഴേക്കും. ഇതാകുമ്പോഴേക്കും പൂർണ്ണമായും നവീകരിച്ച സൈന്യമായി മാറുക എന്ന ഇവരുടെ ഹ്രസ്വകാല ലക്ഷ്യം കൈവരിക്കുന്നു എന്നാണ്. യുദ്ധക്കപ്പലുകളെ ഡ്രോയിങ് ബോർഡിൽ നിന്ന് കടൽ പരീക്ഷണങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ചൈനയുടെ കഴിവ് 2035 ആകുമ്പോഴേക്കും
6 നൂതന വിമാനവാഹിനി കപ്പൽ ഗ്രൂപ്പുകൾ നിർമ്മിച്ച് വിന്യസിക്കാനുള്ള ഇവരുടെ അഭിലാഷവുമായി യോജിക്കുന്നു. ഇത് പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ഒന്നാം ദ്വീപ് ശൃംഖലയിലും പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലും ഫിക്സഡ് വിംഗ് കാരിയർ അധിഷ്ഠിത എയർബോൺ മുൻകൂർ മുന്നറിയിപ്പ് കമാൻഡ് വിമാനങ്ങളുടെ പിന്തുണയോടെ 5ാം തലമുറ സ്റ്റെൽത്ത് കാരിയർ വിമാനങ്ങളെ വിന്യസിക്കാനുള്ള ശേഷി ഇവർക്കുണ്ടാകും എന്നാണ് ഇതിന്റെ വൃത്തങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചൈന ഒരു ആണവോർജ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുമുണ്ട്. ഇത് പതിവായി ഇന്ധനം നിറയ്ക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും കാരിയറിന്റെ പ്രവർത്തനക്ഷമതയും സ്വയംഭരണവും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു വിമാനവാഹിനി കപ്പലിന് ലോകമെമ്പാടുമുള്ള ഒരു ചലനശേഷി തന്നെയുണ്ട്. അതായത് അന്താരാഷ്ട്ര ജലപാതയിലൂടെ സഞ്ചരിക്കാനും പറക്കാനുമുള്ള സ്വാതന്ത്ര്യം, പ്രാദേശിക ജലപാതയിലൂടെ നിഷ്കളങ്കമായി കടന്നു പോകാനുള്ള അവകാശം. ഇതൊക്കെയാണ് ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമങ്ങളെ കുറിച്ചുള്ള കൺവെൻഷൻ. ഇത് ഉറപ്പു നൽകുന്ന അന്താരാഷ്ട്ര കടലിടുക്കുകളിലൂടെ കടന്നു പോകാനുള്ള അവകാശം എന്നിവ ഒരു വിമാനവാഹിനി കപ്പലിന് ലോകമെമ്പാടുമുള്ള ചലനശേഷിയാണ് നൽകുന്നത്. ഭൂമിയുടെ ഭൂരിഭാഗവും കടൽ വഴി എത്തിച്ചേരുന്നതിനാൽ തന്നെ ഏത് സംഘർഷ മേഖലയിലും ഇതിന് എത്തിച്ചേരാനുമാകും. അതുകൊണ്ട് തന്നെ ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്നത് നിർണായകമായ ഒരു ആസ്തി തന്നെയാണ്. ചൈനയുടെ ശക്തി പ്രകടിപ്പിക്കാൻ ഫിജിയാൻ ചൈനയെ എങ്ങനെ സഹായിക്കുന്നു എന്നതാണ് അതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഇവിടെ ഈ കണ്ടത്. ഇപ്പോൾ ചൈനീസ് സൈന്യത്തിന്റെ ഔദ്യോഗിക മാധ്യമ ചാനലുകൾ കാറ്റപ്പൾട്ട് ഘടിപ്പിച്ച സൂപ്പർ കാരിയർ ഫിജിയാനിൽ പറക്കൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി സ്ഥിരീകരിക്കുന്ന നിരവധി ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ആദ്യം ചൈനീസ് സോഷ്യൽ മീഡിയയിലും തുടർന്ന് എക്സ് പോലുള്ള പാശ്ചാത്യ മാധ്യമങ്ങളിലും എല്ലാം ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. 2024 മെയ് മുതൽ ഫിജിയാൻ ഒരേ സമയം തന്നെ 9ാമത്തെ കടൽ പരീക്ഷണം നടത്തുന്നു ഉണ്ടെന്നും പ്രത്യേകിച്ചും ദക്ഷിണ ചൈന കടലിൽ ആദ്യമായി ഈ പരീക്ഷണം നടത്തുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെയുണ്ട്. 3 തരം വിമാനങ്ങളുടെ കാറ്റപ്പൾട്ട് വിക്ഷേപണങ്ങളും വീണ്ടെടുക്കലും വീഡിയോയിലും ഉയർന്നുള്ള റെസല്യൂഷൻ ഇമേജറിയിലും കാണിക്കുന്നുമുണ്ട്. ഇവ KJ-600 AEWC വിമാനവും 2 കാരിയർ ബോൺ ഫൈറ്റർ ജെറ്റുകളായ J-15Tയും അടുത്ത തലമുറ J-35ഉം ആണ്. ഇതുകൂടാതെ Z9 ലൈറ്റ് യൂട്ടിലിറ്റി SAR ഹെലികോപ്റ്ററുകളും കവറേജിന്റെ ഭാഗമായിട്ടുണ്ട്. ഫിജിയാന്റെ നിലവിലെ ക്രൂയിസുമായി പൊരുത്തപ്പെടുത്തുമ്പോൾ ഈ ദൃശ്യങ്ങൾ 2024 സെപ്റ്റംബറിനും 2025 മെയ്യിനും ഇടയിലുള്ളതായി തോന്നുന്നു. അതേപോലെ തന്നെ ചൈനയുടെ മറ്റു 2 വിമാനവാഹിനി കപ്പലുകൾക്കും കാറ്റപ്പൾട്ടുകളില്ല. അതുകൊണ്ട് തന്നെ സ്ഥിരമായ ചിറകുള്ള AEWC വിമാനങ്ങളെ പിന്തുണയ്ക്കാൻ ഇവയ്ക്ക് കഴിയുകയുമില്ല. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോയിലെ ദൃശ്യങ്ങളിൽ വിമാനവാഹിനി കപ്പൽ കുറഞ്ഞത് 3 KJ-600 AEWC വിമാനങ്ങളും ഉണ്ട് എന്നതും വളരെയധികം ശ്രദ്ധേയമാണ്. ഇതുകൊണ്ടുകൂടി മറ്റ് 2 കപ്പലുകളിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് ലിയോണിങ്ങിൽ നിന്നും ഷാൻഡോങ്ങിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട കഴിവുകളുള്ള ഒരു കാരിയർ വിമാനവാഹിനി കപ്പലായിട്ടാണ് ചൈന ഇതിനെ രൂപകൽപ്പന ചെയ്ത് എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ഒരു പടി കൂടി അമേരിക്കയെ കടത്തിവെട്ടി എന്നുകൂടി വേണമെങ്കിൽ പറയാം. കാരണം ആദ്യത്തെ EMALS സജ്ജീകരിച്ച ഈ കാറ്റപ്പൾട്ട് വിക്ഷേപണം സജ്ജീകരിച്ച അമേരിക്കൻ സൂപ്പർ കാരിയറായ CVN-78 ജെറാൾഡ് R. ഫോർഡ് ഇതുവരെ ഒരു F-35C പുറത്തിറക്കിയിട്ടില്ല. അതേസമയം ചൈനീസ് ഇലക്ട്രോമാഗ്നറ്റിക് കാറ്റപ്പൾട്ട് സിസ്റ്റം ഉപയോഗിച്ച് അടുത്ത തലമുറ J-35 യുദ്ധവിമാനം ആകാശത്തേക്ക് പറക്കുന്നതായി ഫിജിയാൻ കാണിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ഇതിപ്പോൾ വലിയൊരു ആശങ്ക തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം കപ്പലിന്റെ ഈ നൂതന കഴിവുകൾ പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥയെ മാറ്റുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യ ഇപ്പോൾ ഫിജിയാന്റെ ഈ EMALSനെ നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. നിലവിൽ ഇപ്പോൾ പുതിയ കപ്പലുകൾ നിർമ്മിക്കുന്ന ഇന്ത്യൻ നാവികസേനയ്ക്ക് ഫിജിയാന്റെ ഈ വിന്യാസം ഒരു പ്രധാന സംഭവ വികാസം തന്നെയാണ്. ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.